രണ്ടനുഗ്രഹങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് രണ്ടനുഗ്രഹങ്ങൾ തന്നിട്ടും ആ രണ്ടനുഗ്രഹങ്ങളെയും നമ്മൾ മറന്നുകൊണ്ട് നടക്കുന്നവരാ. ഏതൊക്കെയാ രണ്ടനുഗ്രഹങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്നാമത്തത് ആരോഗ്യമാണടാ ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആരോഗ്യമാ. എപ്പോഴും ഈ ആരോഗ്യം നിൽക്കണമെന്നില്ലടാ പ്രിയപ്പെട്ടവര്. എന്റെ ചെറുപ്പക്കാരാ പെങ്ങള്, എപ്പോഴും നിനക്ക് ആരോഗ്യം ഇതേപോലെ നിൽക്കണമെന്നില്ലടേ പൊന്നുമോള്. ഒരൊറ്റ രോഗം മതിയല്ലോ, ഒരൊറ്റ രോഗം മതിയല്ലോ. അല്ലാഹുവേ, വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും എത്രയെത്ര മനുഷ്യന്മാരാ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എത്ര പിഞ്ചോമന മക്കളാ നമ്മുടെ മുന്നിൽ വരുന്നത്. അല്ലാഹുവേ, എടുത്തതാ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യണേ, ഒന്ന് ദുആ ചെയ്യണേ. എന്റെ കൂട്ടുകാരൻ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയാ. എന്റെ കൂട്ടുകാരൻ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയാണ്. ആ കുഴഞ്ഞു വീണിരിക്കുന്ന ചെറുപ്പക്കാരനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോഴവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? ഒന്നെഴുന്നേക്കാൻ പോലും കഴിയാതെ കട്ടിൽ ഒരേ കിടപ്പാണ് ഉസ്താദ്. ഒന്നെഴുന്നേറ്റ് കിട്ടാൻ ഞങ്ങൾ വല്ലാതെ ദുആ ചെയ്യുകയാണ്. നേർച്ച നേർന്നുകൊണ്ട് ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒന്നെഴുന്നേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യണേ എന്ന് ആ ചെറുപ്പക്കാര് വന്നുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമക്കൾ വന്നുകൊണ്ട് ചുറ്റുഭാഗത്ത് നിന്നുകൊണ്ട് വാപ്പാ, കുഞ്ഞു മക്കൾ വന്നുകൊണ്ട് വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുകയാ. ചെറിയ മക്കൾ വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നവരാണല്ലോ. ഫേസ്ബുക്കിന്റെ ഓരോ പേജുകളും നമ്മൾ തള്ളിമറിച്ച് കളയുമ്പോ അതാ ഒരുപാട് ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹായിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളതെല്ലാം തട്ടിമാറ്റിയിട്ട് വീണ്ടും അവിടുന്ന് കടന്നു പോവുകയാണ്. മറന്നു പോകല്ലേ പെങ്ങളേ. ഇന്നലെ നമ്മളെ പോലെ ജീവിച്ചവരാ, ഇന്നലെ നമ്മളെ പോലെ ആരോഗ്യത്തോടെ നടന്നുകൊണ്ടിരുന്നവരാ. ഇന്നതാ കട്ടിലിൻ്റെതായ കിടപ്പിലാണ്, കട്ടിലിൽ കിടക്കുകയാണ്. കുടുംബക്കാരും ബന്ധുക്കളും കരച്ചിലാണ്, ഭാര്യ നിലവിളിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കുടുംബത്തിലും ഇതേപോലെ സംഭവിക്കാമെന്നതേ ഉള്ളടാ. എടാ ചെറുപ്പക്കാര, അല്ലാഹു തആല തന്നിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, ആ സമയമുണ്ടല്ലോ, ഒരിക്കലും നീ പാഴാക്കി കളയല്ലേ. അല്ലാഹുവേ, അതാവിടുന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. വസ്രിഫ് ഇല ത്വാഅതി വഖതക കുല്ലഹു ലാ തത്റുകൻ വഖതൻ സുദൻ മുതസാഹിലാ. അല്ലാഹുവേ, നമ്മളെ മഹാന്മാരവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരിക്കലും നിന്റെ സമയത്ത് നീ ചെലവാക്കി കളയരുത്, വെറുതെ പാഴാക്കി കളയരുത്. എന്തെല്ലാം കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യാനില്ലേ, നിസ്കരിക്കാനില്ലേ, നോമ്പ് പിടിക്കാനില്ലേ, ഒരുപാട് പാപങ്ങളെ സഹായിക്കാനില്ലേ. അല്ലാഹുവേ, മണിക്കൂറുകളോളം മൊബൈലിൽ തോണ്ടിയിട്ടിരുന്നാൽ എടാ നിന്റെ ഓരോ സമയവും അവിടെ ചെലവഴിച്ചു കൊണ്ടുപോവുകയാണ്, എല്ലാം നശിച്ചു പോവുകയാണ്. പിന്നൊരിക്കലും നിനക്ക് ആ സമയം അവിടുന്ന് തിരിച്ചു കിട്ടുന്നതല്ല, ഒരിക്കലും നിനക്ക് അവിടുന്ന് സമയം തിരിച്ചു കിട്ടുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഖബറിന്റെ അരികിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുന്ന, സ്വഹാബാ, ഈ ഖബറാളികൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയുമോ? സ്വഹാബാ, സ്വഹാബത്ത് അവിടുന്ന് പറഞ്ഞു, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഈ ഖബറാളികൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയുമോ? ഒരു ചിരിയെങ്കിലും ഒന്ന് സമയം കിട്ടിയിരുന്നെങ്കിൽ, ഒരൽപ്പം സമയം കിട്ടിയിരുന്നെങ്കിൽ, അല്ലാഹുവേ, അവരവിടെ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, ദുനിയാവിന്റെ ഒരൽപ്പം ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമായിരുന്നു, നിസ്കരിക്കാമായിരുന്നു, നോമ്പ് പിടിക്കാമായിരുന്നു, സ്വതക്ക കൊടുക്കാമായിരുന്നു, എന്ത് അമല് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമായിരുന്നു എന്നാണ് അവർ വിളിച്ചു പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ പോലും വിളിച്ചു പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരോട് പറയുന്നത്, മനുഷ്യരെ, ഒരിക്കലും നിങ്ങളുടെ സമയത്ത് നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കല്ലേ.